പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പാലക്കാട് നെഹ്റു യുവ കേന്ദ്രയുടെ സുഹൃത്തുക്കളും അതിൻ്റെ പ്രവർത്തകരും ഒക്കെ ഒത്തുചേരുന്ന ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം കൂടണമെന്ന് വളരെയധികം ആഗ്രഹവും അതിനുവേണ്ട തയ്യാറെടുപ്പും നടത്തിയിരുന്നതാണ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം, വ്യക്തിപരമായ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഇന്ന് നിങ്ങളോടൊപ്പം ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മനോഹരൻ 1 മാസം മുമ്പേ ഈ തീയതി എന്നോട് പറഞ്ഞതാണ്. ഞാൻ ചെല്ലാമെന്നും അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതുമാണ്. അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ യൂത്ത് ഓഫീസർ ശ്രീ സന്ദീപും എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു ഈ യോഗത്തെ പറ്റി. പക്ഷെ ഇതുകൊണ്ട് മാത്രമല്ല, പാലക്കാട് വരുന്നത് എന്നും എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യവും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും വരണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. നിങ്ങളെ ക്ഷമിക്കണം എന്നാദ്യമേ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് നെഹ്റു യുവ കേന്ദ്ര എന്ന് പറഞ്ഞാൽ എന്നെ ഞാനാക്കിയ പ്രസ്ഥാനമാണ്. നെഹ്റു യുവ കേന്ദ്രയും അതുപോലെ തന്നെ പാലക്കാട്ടെ ജനങ്ങളും ഒക്കെ തന്നെ എന്നെ ഞാനാക്കുന്നതിൽ വളരെയധികം സഹായിച്ച ഘടകങ്ങളാണ്. അവിടുത്തെ ഓരോ ഗ്രാമപ്രദേശവും ആദിവാസി മേഖലകളും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നതികളും ഒക്കെ തന്നെ എന്നെ ഞാനാക്കുന്നതിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ വളണ്ടിയർമാരും യൂത്ത് ക്ലബ്ബുകളും മഹിളാ സമാജങ്ങളും അതിൻ്റെ ഓരോ പ്രവർത്തകരുമൊക്കെ തന്നെ എനിക്ക് വേണ്ട കാഴ്ചപ്പാടും സഹായവും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകിയ ഒരു പ്രദേശമാണ് പാലക്കാട്. നെഹ്റു യുവ കേന്ദ്രയിൽ തന്നെ ഞാൻ ചേരുന്നത് നമ്മുടെ മുൻഗാമിയായ ശ്രീ ഹംസ തയ്യലിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ കാലയളവിൽ വളരെയധികം മുതിർന്ന വ്യക്തികൾ, ബഹുമാന്യരായ വ്യക്തികൾ നെഹ്റു യുവ കേന്ദ്രയുടെ അഫിലിയേറ്റ് ചെയ്ത പല പ്രസ്ഥാനങ്ങളുടെയും സാരഥികളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ എന്നോട് വളരെയധികം സൗഹാർദ്ദപരമായും സ്നേഹത്തോടെയും പെരുമാറുകയും അതുപോലെ തന്നെ ഓരോ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അതിന് മുന്നണിയിൽ നിന്നുകൊണ്ട് അവർ തന്നെ അത് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് എനിക്ക് പാലക്കാട് എന്നും തന്നെ എനിക്ക് നൽകിയിട്ടുള്ളത്. ഈ അവസരത്തിൽ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ ഓർക്കുകയാണ്. ഞാൻ മാർച്ച് മാസം 1988 മാർച്ച് 23 പാലക്കാട് എത്തിയെങ്കിലും അന്ന് ഹംസ സാർ അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അന്ന് ചാർജ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഔദ്യോഗികമായി ചാർജ് എടുക്കുന്നത് മാർച്ച് 30-നാണ്. അപ്പോൾ മാർച്ച് 30-ന് ചാർജ് എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്തിലെ കരിങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അന്നൊരു ന്യൂ ഡ്രമാറ്റിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അന്ന് അവർക്ക് സ്വന്തം കെട്ടിടമൊക്കെ ഉള്ളവരാണ്. അവർ ജില്ലാതല വോളിബോൾ ടൂർണമെൻ്റ് എല്ലാ വർഷവും സംഘടിപ്പിക്കും. അന്ന് അവരുടെ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ സമാപനത്തിന് വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അവരെന്നെ ക്ഷണിച്ചു. അപ്പോൾ നെഹ്റു യുവ കേന്ദ്രയുടെ ജില്ലാ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഹംസ സാറായിരുന്നു എൻ്റെ മുൻഗാമി. എല്ലാവരും വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ വലിയ വിലയും നിലയും ഒക്കെ ഉള്ള ഒരു ജില്ലയാണ് പാലക്കാടെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ എന്നെയാണ് അതിൻ്റെ അവാർഡ് കൊടുക്കാനായിട്ട് ക്ഷണിച്ചത്. ഞാൻ പോയി അവിടെ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഈ സ്പോർട്സിൽ വലിയ പിടിപാടൊന്നുമില്ല. തീർത്തും വോളിബോളും അറിയത്തില്ല. എന്താ കളി കാണും എന്നുള്ളതല്ലാതെ ഒരിക്കലും അത് കളിക്കാനായിട്ട് മുതിർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ എന്നെ സമ്മാനം കൊടുക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ സമ്മാനം കൊടുക്കാനായിട്ട് മുന്നോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അല്ല സാറേ, സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് 2 വാക്ക് സംസാരിക്കണമെന്ന്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. അന്ന് വരെ ഒരു പൊതുവേദിയിൽ സംസാരിച്ചുള്ള ഒരു ശീലം എനിക്കില്ല. ഞാൻ അന്ന് കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യൂത്ത് കോർഡിനേറ്ററായിട്ട് ജോലി കിട്ടുന്നത്.
ഇന്നത്തെ റിസർച്ച് പോലെയല്ല. അന്ന് വലുതായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും എന്നുള്ള അവസരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ സംസാരിക്കുകയാണ്. എനിക്ക് എന്ത് പറയണമെന്ന് യാതൊരു പിടിയുമില്ല. ഞാൻ എണീറ്റ് നിന്ന് മൈക്കിലൊന്ന് പിടിച്ചു, അടുത്ത് നിന്ന കസേരയിലും ഒന്ന് പിടിച്ചു. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെക്കാളും എൻ്റെ വിറയലിനേക്കാളും കൂടുതൽ വിറച്ചത് ഞാൻ പിടിച്ചിരുന്ന മേശയും പിടിച്ചിരുന്ന മൈക്കിൻ്റെ സ്റ്റാൻഡുമാണ്. അത്രയ്ക്കായിരുന്നു എൻ്റെ ആ സമയത്ത് ഒരു 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 ഭയവും വിഭ്രാന്തിയും എല്ലാം സംസാരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അപ്പോൾ അതിൽ നിന്ന് മാറി എത്രയോ വലിയ വേദികളിൽ പാലക്കാട് രാപ്പാടിയുടെ ഉദ്ഘാടന പരിപാടി, രാപ്പാടി എന്ന് പറയുന്ന നമ്മുടെ വലിയ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ആ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അന്നത്തെ ജില്ലാ കളക്ടർ ശ്രീ ജിജി തോംസനോടൊപ്പം മുന്നിൽ നിൽക്കാനും അതിൻ്റെ ആ യോഗത്തിന് നന്ദി പറയുന്നത് ഉൾപ്പെടെ എനിക്ക് ചെയ്യാൻ കിട്ടിയത്, ആ തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് എന്നെ സഹായിച്ചത് നെഹ്റു യുവ കേന്ദ്രയാണ്. അതുപോലെ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങി ഒത്തിരി അനുഭവമുണ്ട്. ആ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങിയാൽ ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. ഓരോ പരിപാടിക്കും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിന്ന പ്രവർത്തകരുടെ മുൻനിര പ്രവർത്തകരുടെ സഹകരണം, അവിടെ നമ്മുടെ തരൂരത്തെ കേശവ മാഷും അഞ്ചുമൂർത്തി മംഗലത്തിലെ മാമിയും അതുപോലെ തന്നെ ദേവസഹായവും നമ്മുടെ ചിറ്റൂർ ബ്ലോക്കിൽ എനിക്ക് തോന്നുന്നു കോഴിപ്പതി വില്ലേജ് പഞ്ചായത്താണെന്ന് തോന്നുന്നു, അവിടുത്തെ ദേവസഹായവും നമ്മുടെ മണ്ണാർക്കാട് CS ജയരാജനും അതുപോലെ തന്നെ നമ്മുടെ കടമ്പഴിപ്പുറത്തെ ഇന്ദിരാ ഗുപ്തയും അങ്ങനെ എത്ര പ്രവർത്തകർ, അവരൊക്കെ വളരെ മുതിർന്നവരാണ്, എന്നെക്കാളും മുതിർന്നവരാണ് പലരും. ഇവരൊക്കെ തന്നെ നമുക്ക് എന്തോരം സ്നേഹത്തോടു കൂടി നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നിട്ട് നിന്നവരാണെന്നിപ്പോൾ പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ എൻ്റെ അന്നത്തെ വോളണ്ടിയർമാർ, ഓരോ വർഷവും വരുന്ന വോളണ്ടിയർമാർ ഒന്നിനൊന്നും മികച്ചവരായിരുന്നു. ഇപ്പം ഞാൻ മനസ്സിൽ കണ്ടാൽ മതി അവരത് പ്രാവർത്തികമാക്കിയിരിക്കും. അത്രയ്ക്ക് പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ചെറുപ്പക്കാർ. എനിക്കൊരു വലിയ ഗുണമുണ്ടായത്, എനിക്കുള്ള ബന്ധമോ വോളണ്ടിയർമാരുമായിട്ട് മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾ, ഓരോ വോളണ്ടിയറുടെ കുടുംബവും എൻ്റെ സ്വന്തം കുടുംബത്തെ പോലെ നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ച ഒരു അനുഭവമാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ നെഹ്റു യുവ കേന്ദ്ര ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ മികച്ച നെഹ്റു യുവ കേന്ദ്രയിൽ ഒന്നാമതായിട്ട് എന്നും നിലനിൽക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ക്ലബ്ബുകളുടെയും പ്രവർത്തകരുടെയും വോളണ്ടിയർമാരുടെയും പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗിരിവികാസ് പോലുള്ള ഒരു പ്രസ്ഥാനം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ സേവക് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കാൻ കഴിഞ്ഞതും ഒക്കെ. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലെ മറ്റ് നെഹ്റു യുവ കേന്ദ്രയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്. അതിനൊക്കെ കഴിഞ്ഞത് നമ്മുടെ പ്രവർത്തകരുടെ മാത്രം പ്രയത്നം കൊണ്ടാണ്. ഗിരിവികാസൊക്കെ പിടിച്ചു നിന്നത് നെഹ്റു യുവ കേന്ദ്രയുടെ വോളണ്ടിയർമാരാണ്, നാഷണൽ സർവീസ് വോളണ്ടിയർമാർ, കേശവ മാഷ്, കർണാക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, നമ്മുടെ മൂത്താന്തറയിലുള്ള കർണാക ക്ലബ്ബ്, അതുപോലെ മാമി, ഇവരുടെയൊക്കെ സഹകരണം, അവർ ചെയ്ത സഹായ സഹകരണങ്ങളൊക്കെ കൊണ്ടാണ് ഗിരിവികാസ് നമുക്ക് ആരംഭിക്കാൻ തന്നെ കഴിഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു യോഗത്തിൽ വരാൻ കഴിയാത്തതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഒരു വോയിസിലൂടെ, ശബ്ദത്തിലൂടെ നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഇനിയും ഇപ്പോൾ പേര് മാറിയെങ്കിലും മേരാ യുവഭാരത് എന്നൊന്ന് പേരായെങ്കിലും നെഹ്റു യുവ കേന്ദ്രയുടെ അസ്തിത്വത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. പേരിന് മാത്രമേ മാറ്റമുള്ളൂ. നിങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ചാലക ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സേവനം അതിന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പിൻഗാമികളായിട്ട് വന്ന കുഞ്ഞു മുഹമ്മദും അതുപോലെ തന്നെ അനിലും ഒക്കെ തന്നെ വളരെയധികം സജീവമായിട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന, പണ്ട് ഹംസസാറ് തുടങ്ങിയത് എനിക്ക് തുടരാൻ കഴിഞ്ഞു. ഞാൻ തുടർന്ന് വന്നത് അതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ കുഞ്ഞു മുഹമ്മദ് മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഗിരിവികാസ് തുടങ്ങി, കുഞ്ഞു മുഹമ്മദ് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി. ബിൽഡിങ്ങുകളൊക്കെ കെട്ടുന്നത് കുഞ്ഞു മുഹമ്മദ് യൂത്ത് കോർഡിനേറ്ററായിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ അതിനെ ഒട്ടും കോട്ടം തട്ടാതെ ഞാനിരുന്ന കാലത്തിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ കുഞ്ഞു മുഹമ്മദ് എന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കുഞ്ഞു മുഹമ്മദ് മാറിയപ്പോൾ അനിൽ അതിന് അതേ ചടുലതയോടുകൂടി
മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതൊന്നും നശിച്ചു പോവാതെ നോക്കേണ്ട ചുമതല ഇപ്പോൾ ഇരിക്കുന്ന പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യൂത്ത് ഓഫീസർക്കൊക്കെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭംഗിയായിട്ട് ഇത് ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.